ജാമ്യം ലഭിച്ച ഷിംജിത പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മഞ്ചേരി ജയിലിൽ നിന്നാണ് ഷിംജിത പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കോഴിക്കോട്ടെ യുവാവായ ദീപകിന്റെ ആത്മഹത്യയെ തുടർന്നാണ് ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം ചുമത്തി ഷിംജിതയെ റിമാൻഡ് ചെയ്തത്. സമൂഹ മാധ്യമത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന വീഡിയോ പങ്കുവച്ചതിനെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിലെ പ്രതിയാണ് ഷിംജിത. ഷിംജിത ഇപ്പോൾ ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് മഞ്ചേരി ജയിലിൽ പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. പ്രതികരണത്തിന് വേണ്ടി മാധ്യമപ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ഷിംജിതയ്ക്ക് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല, മാസത്തിൽ 2 തവണ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം എന്നീ നിർദ്ദേശങ്ങളെ ഉപാധികളോടെയാണ് ജാമ്യം. ഹർസ്ലാലിന് പിന്നാലെ ജനുവരി 21 മുതൽ ഷിംജിത മഞ്ചേരി ജയിലിലാണ്. ഒടുവിൽ ജാമ്യം ലഭിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ഷിംജിത ജയിൽ മോചിത ആയിരിക്കുന്നത്. ഇപ്പോൾ ജയിലിന് പുറത്തേക്കെത്തി കാറിൽ കയറി ഷിംജിത വീട്ടിലേക്ക് പോയിട്ടുണ്ട്. AK അഭിലാഷ് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, വിശദാംശങ്ങൾ. കഴിഞ്ഞ 22 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് ഷിംജിത ഇപ്പോൾ ജയിൽ മോചിതയായിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. പക്ഷേ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് കുന്നമംഗലം കോടതിയിലേക്ക് ജാമ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നീക്കുകയും അതിനുശേഷമാണ് ഇപ്പോൾ ജയിലിലേക്ക് ഇപ്പോൾ അഭിഭാഷകരടക്കം എത്തുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഷിംജിത ജയിൽ മോചിതരായിരിക്കുന്നത്. നമുക്കറിയാം 22 ദിവസമായി ഇപ്പോൾ ഇതുവരെ ഇന്നത്തെ വരെ 22 ദിവസമായി ഷിംജിത ജയിലിനകത്തായിരുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ ഒരു ദിവസം കസ്റ്റഡി അപേക്ഷ അടക്കം പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ട് തന്നെ ഒരു ദിവസം പോലീസ് കസ്റ്റഡി വിട്ടിരുന്നു. അതോടൊപ്പം തന്നെ കുന്നമംഗലം കോടതി നേരത്തെ ഇവരുടെ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തിരുന്നു. ഏതായാലും ഉപാധികളോടുകൂടിയാണ് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. മാസത്തിൽ 2 തവണ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകണം, അതോടൊപ്പം തന്നെ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമുക്കറിയാം സമൂഹ മാധ്യമങ്ങളടക്കം വലിയ തരത്തിൽ ചർച്ചാ വിഷയമായ ഒരു വിഷയം കൂടിയാണിത്. ഇവരുടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതോടുകൂടിയാണ് കോഴിക്കോട് സ്വദേശിയായ ദീപക് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ നടപടിക്രമങ്ങളുടെ ഭാഗമായി റിമാൻഡ് ചെയ്യുകയൊക്കെ ചെയ്തത്. ഏതായാലും ഷിംജിത 22 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് ഒടുവിൽ ജാമ്യം ലഭിച്ച ഷിംജിത ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്.